beginning of the creation, God made them male and female. For this reason, a man shall leave his father and mother and be joined to his wife, and the two shall become one flesh. So then they are no longer two, but one flesh. Therefore, what God has joined together, let not man separate. അടുത്ത ക്ലാസ് നൽകുന്നത് ബഹുമാനപ്പെട്ട പ്രിൻസ് ജോസ് മലയക്കരച്ചനാണ്. വൈവാഹിക ജീവിതത്തിലെ മാധ്യമങ്ങൾ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചാണ് അച്ഛൻ ക്ലാസ് നൽകുന്നത്. അച്ഛനിപ്പോൾ സിനിമയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അമരാവതിയിലെ അസിസ്റ്റന്റ് വികാരാണ്. അച്ഛൻ്റെ ക്ലാസ് നിർവഹിക്കാനായിട്ട് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പദമാണ് മീഡിയ. അറിയാൻ പറ്റുന്ന ആരും തന്നെ ഈ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇന്നത്തെ ദിവസവും ഈ ഒരു ടോക്കിലൂടെ നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ ദാമ്പത്യ ജീവിതവും മീഡിയ അതെങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ്. വളരെ രസകരമായ ഒരു വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൽ കടക്കുന്നതിന് മുമ്പ് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് നേരാനുള്ളത് പരിശുദ്ധ അമ്മയുടെ സകല വിശുദ്ധരൊക്കെ മാധ്യസ്ഥം ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. കാരണം ജീവിത യാത്ര ഒരുമിച്ച് തുടങ്ങുമ്പോൾ അത് മരണം വരെ സന്തോഷപ്രദമാകണമെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാധ്യമം, മീഡിയ ഒത്തിരി കേട്ടേക്കണ പദമാണ്. ഈ മീഡിയയെ കുറിച്ച് ആ വാക്കിന്റെ അർത്ഥമൊക്കെ മനസ്സിലായാൽ നമ്മളുടെ ക്ലാസ് വളരെ രസകരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 5 കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ അടിത്തറയിൽ നിൽക്കുന്നത് മീഡിയ എന്ന പദമാണ്. എന്താണ് മീഡിയ? മീഡിയയെ കുറിച്ച് സാധാരണയിൽ പറയുന്നത് ഇറ്റ് ഇസ് എ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മളുടെ കാര്യങ്ങൾ പറയുവാൻ, നമ്മളുടെ കാര്യങ്ങൾ പങ്കുവെക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ്. ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തതായി വളരെ ചുരുക്കം പേരേ ഉള്ളൂ. വളരെ ചുരുക്കം പേര്. നമ്മളുടെ ഈ കൂട്ടത്തിൽ തന്നെ ഒത്തിരി പേര് ഇത് ഉപയോഗിക്കുന്നവരുണ്ടാവും. ഇൻസ്റ്റ ആകാം, ഫേസ്ബുക്ക് ആകാം, ട്വിറ്റർ ആകാം, ജിമെയിൽ ആകാം, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, മീഡിയാസ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് എന്നും നല്ലതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ മീഡിയ നമ്മളുടെയൊക്കെ ജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്നുകൂടി അറിയുന്നത് നല്ലതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായി എന്താണ് ഒരു മീഡിയയുടെ ലക്ഷ്യം? കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാല് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമല്ലോ. ഇപ്പൊ നമ്മുടെ മൊബൈലിലാകട്ടെ, മൊബൈൽ എടുക്കുന്നു, മൊബൈലിലൂടെ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് ഉപയോഗിക്കാം. വാട്സപ്പിലൂടെ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് എന്താ? ചാറ്റ് ചെയ്യുന്നു, ചിലപ്പോൾ ഇൻഫർമേഷൻസ് അറിയുന്നു, ചിലപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു. ചില എന്റെയൊക്കെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, അപ്പൊ അവര് ചെയ്യുന്ന കഥയൊക്കെ ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ പുതിയതായി വന്നേക്കുന്ന ടെക്നോളജിയെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മീഡിയയിലൂടെയൊക്കെ ചെയ്യാറുണ്ട്. ഒരു ജസ്റ്റ് എക്സാമ്പിൾ, ഇപ്പൊ ഇൻസ്റ്റ എടുത്തു, അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മളിലെ റീൽസ് കാണും, അല്ലെങ്കിൽ അതിലെ അപ്ഡേറ്റ്സ് കാണും, ചില ബർത്ത്ഡേ വിഷസ് കാണാം, ഗ്രീറ്റിംഗ്സ് ആണ്. അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഓർമ്മകൾ അങ്ങനെയെല്ലാം പുതുക്കുന്നതാണ്. അങ്ങനെ നോക്കിയാൽ മീഡിയക്ക് ഒത്തിരി പ്രാധാന്യങ്ങളുണ്ട്. അതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മീഡിയ എന്നും സന്തോഷങ്ങൾ പങ്കിടുന്ന ഇടമാണ്. അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ആദ്യത്തെ വിഷയം. സന്തോഷങ്ങൾ പങ്കിടുന്ന ഒന്ന് മീഡിയ. എന്താണ് സന്തോഷം? അത് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നമ്മള് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്, അവരോ ആകട്ടെ അവളാകട്ടെ, അവരെ കുറിച്ചുള്ളൊരു നല്ലൊരു വീഡിയോ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ അയച്ചു കൊടുക്കണേ. അത് കാണുമ്പോൾ ഒരിക്കലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിലേക്ക് തന്റെ മൊബൈലിലേക്ക് അഴക്കുകയാണ് ആന്റപ്പനോ വലിയ കുട്ടിയോ ആരായിക്കോട്ടെ അവരഴക്കുന്നതാണ് തന്റെ ഫ്രണ്ടിന്റെ ഒരു വീഡിയോ. എനിക്ക് വേണ്ടി എന്റെ ഫ്രണ്ട് അയച്ചല്ലോ. ഇത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വളരെ വലുതാണ്. ടിക്ടോക്ക് ആകട്ടെ, ആ ഒരു മീഡിയത്തിലൂടെ എത്രയോ പേരാണ് തന്റെ കലാപരമായ കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ഇതൊരാളെ ലൈക്ക് ചെയ്യുമ്പോൾ മനസ്സിൽ സന്തോഷം കൂടുന്നു, ചിലവര് അത് ഷെയർ ചെയ്യുമ്പോൾ മറ്റു രീതിയിലുള്ള ഹാപ്പിനെസ്സിലേക്ക് പോകുന്നു. എത്രയോ പേര് മില്യൺസ് കണ്ടു, ലാക്സ് കണ്ടു, 2 പേര് കണ്ടു, 1000 പേര് കണ്ടു. ഇതെല്ലാം ചില വ്യക്തികളുടെ സമയത്ത് സന്തോഷം പകരുന്നതാണ്. ഇതൊരു മാനിയും കൂടെ ഉണ്ട് കേട്ടോ. അതിന്റെ വേറെ വശമുണ്ട്. രാത്രി എഴുന്നേറ്റ് എനിക്ക് എത്ര ലൈക്ക് കിട്ടി, വെളുപ്പിനെ എഴുന്നേറ്റ് എത്ര ലൈക്ക് കിട്ടി, എഴുന്നേൽക്കുമ്പോൾ മുതൽ എത്ര ലൈക്ക് കിട്ടി, ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളെയും പരിചയമുണ്ട്. പക്ഷെ ആ ഒരു ലെവലിലേക്കുള്ള ചിന്തിക്കുന്ന സാധാരണഗതിയിൽ നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. സോഷ്യൽ മീഡിയ ഇസ് എ പ്ലേസ് വെയർ വി വിൽ ഗെറ്റ് ആൻ ഹാപ്പിനെസ്. നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ എവിടെയാണ് ഉപയോഗിക്കുന്നു, അതൊരു ഹാപ്പിനെസ് നമുക്ക് നൽകുന്നു. ദാമ്പത്യ ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കിയാൽ, ഭാര്യ ഭർത്താവ്, നിങ്ങളുടെ ഇടയിൽ ഏറ്റവും പ്രധാനമായി വേണ്ട ഒരു കാര്യം തന്നെ എന്താന്ന് ചോദിച്ചാൽ അത് ഹാപ്പിനെസ് ആണ്. സന്തോഷം എപ്പോൾ നഷ്ടമാകുന്നു അവിടെ തകർച്ചകൾ തുടങ്ങും. സന്തോഷം എപ്പോൾ നഷ്ടമാകുന്നു
അപ്പോൾ ജീവിതത്തിൽ ഒരു ഈഗോ ആകട്ടെ, നമ്മുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് ആകട്ടെ, സംസാരങ്ങളുടെ അളവ് മാറുന്നതാകട്ടെ, ബന്ധങ്ങളിലെ പോരായ്മകളാകട്ടെ, അതെല്ലാം എടുത്തു പറയുവാനും അതിൽ എടുത്തു പറഞ്ഞുകൊണ്ട് അതിൽ ഒത്തിരി തല്ലുപിടുത്തങ്ങളിൽ പോകാനിടയുണ്ട്. അപ്പോൾ ഓർത്തേക്ക, സോഷ്യൽ മീഡിയ അത് നമുക്ക് നൽകുന്ന ഒരു നല്ലൊരു അവസരമാണ് നമ്മുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുക എന്നുള്ളത്. ഹാപ്പിനെസ് ഷെയർ ചെയ്യുമ്പോൾ അതിൽ നിൽക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ഒരു ദുഃഖകരമായ ഒരു അപകടവും കൂടെ ഉണ്ട്. ചിലരെ സംബന്ധിച്ചത് ഇതാണ് ഹാപ്പിനെസ്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടിട്ടുമുണ്ട് ചില വീടുകളിൽ പോകുമ്പോൾ ഭാര്യയും ഭർത്താവും കടന്നു വന്നു, ജോലിയെ കഴിഞ്ഞു, പക്ഷെ രണ്ടുപേരും ബിസിയാ. പരസ്പരം മിണ്ടാനുള്ള ടൈമല്ല, മറിച്ച് രണ്ടുപേരും മൊബൈൽ ബിസിയാ. ഇത് കണ്ടു വളരുന്ന കുഞ്ഞിന്റെ അവസ്ഥയും പിന്നീട് അതിനേക്കാളും ബിസി ലൈഫിലേക്ക് മാറുകയാണ്. ചില വീടുകളിലൊക്കെ തമാശകൾ നമ്മൾ ചില ഷോർട്ട് ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ, എല്ലാരും മൊബൈലും പിടിച്ചിരിക്കുന്നത്. അവസാനം കുഞ്ഞും മൊബൈലിന് അഡിക്റ്റ് ആയി മാറും എന്നുള്ള. എത്രയോ കുടുംബത്തിലാണ് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുവാനായി ഇന്ന് മൊബൈൽ ഫോൺ മുന്നിൽ വെച്ച് കൊടുക്കുന്നത്. കളിക്കേണ്ട സമയത്ത് പോലും അവർക്ക് മൊബൈൽ ഗെയിംസ് വെച്ച് കൊടുക്കുന്ന കുടുംബങ്ങളും മാതാപിതാക്കളുണ്ട്. ഇവിടെയാണ് ഈ ഒരു ക്ലാസിന്റെ പ്രസക്തി വരുന്നത്. നമ്മളുടെ കുഞ്ഞുങ്ങൾ, ഭാവിയിൽ നിങ്ങൾ കുഞ്ഞുങ്ങളാവുമല്ലോ, ദൈവത്തിന്റെ വലിയ കൃപയാൽ. ആ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുമ്പോൾ ഇന്നത്തെ കാലമല്ല, ഒരു കൊല്ലമോ 2 കൊല്ലമോ ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ടെക്നോളജി വളർന്നിട്ട് സോഷ്യൽ മീഡിയക്ക് വേറൊരു ലെവലിലായിരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ ഇന്റർനെറ്റിന്റെ തലം എന്ന് പറയുന്നത് വേറൊരു ലെവലിലായിരിക്കും, മൊബൈലിന്റെ തലം എന്ന് വേറൊരു ടെക്നിക്കൽ തലത്തിലായിരിക്കും. അവിടെയാണ് നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞ് ജനിച്ചു വളരുന്നത്. ആ കുഞ്ഞിന്റെ കൈകളിലേക്ക്, ജീവിതത്തിലേക്ക് ഇന്റർനെറ്റ് ഇതെല്ലാം സാധാരണ ഒരു കെട്ടുകഥയുടെയോ അല്ലെങ്കിൽ പഴയ ചരിത്രത്തിന്റെയോ ഓർമ്മകൾ പോലും ഇല്ല. കാരണം ജനിച്ചു വളരുന്ന ഇന്റർനെറ്റ് ഒരു യുഗത്തിലേക്കാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതിന്റെ ഒരു സ്പേസ് നമുക്കറിയാം. എങ്ങനെയായിരുന്നു പണ്ട്, എങ്ങനെയായിരുന്നു 50 രൂപ റീചാർജ് ചെയ്താൽ ഇത്രയും ഇനം കിട്ടും. പിന്നീടുള്ള റീചാർജിങ്, നമുക്ക് കിട്ടുന്ന GB, നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റിന്റെ യൂസേജ്, ഇപ്പൊ അൺലിമിറ്റഡ് പോലും അതിന്റെ സ്പീഡ് കുറഞ്ഞാൽ പോലും സങ്കടമാണ്. പക്ഷെ ജനിച്ചു വളരാൻ പോകുന്ന കുഞ്ഞ് ഇതൊന്നും അറിയാത്തൊരു ഒരു പുതിയ ഒരു തലത്തിലേക്കാണ് ആ കുഞ്ഞ് വളരുന്നത്. ഇവിടെ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ, അതൊരു ഹാപ്പിനെസ് നേടുന്ന ഒരു ഇടമാക്കി മാറ്റിയാൽ, അതിന് വളരെ പോസിറ്റീവായി കൃത്യമായ സമയം ക്രമീകരിച്ച് ഉപയോഗിച്ചാൽ അതൊരു നല്ല കാര്യമാണ്. അല്ലെങ്കിൽ ഒന്ന് ഓർത്തോ, ഒരു ഭാവിയിലൊരു അപകടം ഉണ്ട് കേട്ടോ. ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവിനെ കാത്തിരിക്കുന്ന ഭാര്യയ്ക്ക് പകരമായി മൊബൈലും പിടിച്ചിരിക്കുന്നത് കണ്ടാൽ ഭർത്താവിന്റെ മനസ്സിൽ സങ്കടം തോന്നും. പിന്നീട് ആ സങ്കടങ്ങൾ പരിഭവമാവും. അത് പിന്നീട് തല്ലുപിടുത്തലാകും. നേരെ തിരിച്ചു, രാത്രി ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടക്കുന്നു, ഭാര്യയോട് സംസാരിക്കാതെ മൊബൈൽ ഉപയോഗിച്ച് കിടക്കുന്ന ഭർത്താക്കന്മാരും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത് ജീവിതത്തിൽ വിള്ളൽ ഉണ്ടാക്കുന്നു. അപ്പോൾ ദുഃഖത്തിലേക്ക് മാറ്റാതെ ഈ സോഷ്യൽ മീഡിയ ഏറ്റവും നല്ല ഹാപ്പിനെസ് മൂവ്മെന്റ്സ് ആയി നിങ്ങളിലേക്ക് തന്നെ നല്ല മെമ്മറീസ് ഷെയർ ചെയ്തൂടെ? നിങ്ങളിലേക്ക് തന്നെ നല്ല എവിടെയും യാത്ര പോയതോ ബർത്ത്ഡേയോ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല മെമ്മറീസ് അത് ഷെയർ ചെയ്യുന്നേ. മറ്റാരും കണ്ടില്ല, നിങ്ങൾക്ക് തന്നെ പ്രൈവറ്റ് ആയിട്ട് കാണാൻ പറ്റുമല്ലോ. ഇതിനർത്ഥം സോഷ്യൽ മീഡിയ എന്നും ഉപയോഗിക്കണമെന്നല്ല, മറിച്ച് ഉപയോഗിക്കുന്നവർ ഹാപ്പിനെസ് ലഭിക്കുവാനായി ഏറ്റവും പോസിറ്റീവ് രീതിയിൽ ഉപയോഗിക്കുക. രണ്ടാമത്തെ കാര്യം, സോഷ്യൽ മീഡിയയിൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊന്നാണ് റിലാക്സേഷൻ എന്നുള്ളത്. നമ്മൾ ഇത്ര റിലാക്സ്ഡ് ആവും. അതിനോടൊക്കെ ഒരു വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ പോയപ്പോ ചേച്ചിയും പിള്ളേരെ കൂടി വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ ചേട്ടൻ ഭയങ്കര ബിസിയാണ്, പുള്ളിക്കാരൻ മൊത്തം FB-യിലാണ്. അപ്പൊ കുഞ്ഞു പറഞ്ഞൊരു കാര്യം, ഇപ്പൊ അപ്പച്ചനെ സംസാരിക്കാൻ അധികം നേരില്ല, ഫുൾ ടൈം ഇതിൽ തന്നെയാണ്. ഇത് വേണ്ടെന്ന് പറയുമ്പോൾ അപ്പ ഞങ്ങൾ വഴക്കും, പക്ഷെ ഞങ്ങൾ മൊബൈൽ എടുക്കാൻ പാടില്ല. അതെന്ത് പരിപാടിയാണ്? ചെറിയ കൊച്ചു ചോദിച്ചതാണ്. അത് പപ്പക്ക് ഉപയോഗിക്കാൻ എനിക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് ശരിയാണ്. എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. പക്ഷെ അതിന് ഉത്തരം കൊടുത്തില്ല. കാരണം എന്ത് പറഞ്ഞാലും ഞാൻ പെടും. അതുകൊണ്ട് ഞാൻ പറയും കുഞ്ഞല്ല പപ്പയല്ല അങ്ങനെ പറഞ്ഞു മാറും. പക്ഷെ ആ കുഞ്ഞ് ചോദിച്ച ചോദ്യം കറക്റ്റാ. ഞങ്ങളോട് മിണ്ടാതെ ഡാഡിയുടെ ഹാപ്പിനെസ് അതാണെന്നുള്ള രീതിയിൽ ആ കൊച്ച് നമ്മളെ പോയിന്റ് ഔട്ട് ചെയ്യുക. അപ്പൊ ഓർത്ത് വയ്ക്കുക, സോഷ്യൽ മീഡിയ ഒത്തിരി റിലാക്സിങ് മൂവ്മെന്റ്സ് നമുക്ക് നൽകുന്നുണ്ട്. നല്ലൊരു ഷോർട്ട് ഫിലിം കണ്ടാൽ, നല്ലൊരു തമാശ വീഡിയോ കണ്ടാൽ, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ വരുന്ന നല്ലൊരു മെസ്സേജ് വായിച്ച് പൊട്ടിച്ചിരിച്ചാൽ, അതെല്ലാം നമുക്ക് ഒത്തിരി റിലാക്സേഷൻ തരുന്നുണ്ട്. ദൂരങ്ങളിലായിരിക്കുന്ന ഭാര്യയും ഭർത്താവും, അവരെ സംബന്ധിച്ച ഇതിലുള്ള വീഡിയോ കോള് അല്ലെങ്കിൽ അതിലുള്ള ചാറ്റ് ഒത്തിരി റിലാക്സേഷൻ നൽകുന്നുണ്ട്. ഇപ്പോൾ കോവിഡിന്റെ കാലമാണല്ലോ. സോഷ്യൽ മീഡിയകൾ എത്രയോ പ്രാർത്ഥിക്കുന്ന ഒരു അവസരങ്ങൾ നൽകുന്നുണ്ട്. എനിക്ക് പരിചയമുള്ള കുറച്ച് യുവതിവാക്കളുണ്ട്. അവരിപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം ഒരു 9 മണി മുതൽ ഒരു 9:30 വരെ അല്ലെങ്കിൽ 10 മണി വരെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുക എന്നുള്ള. ഒരു ദിവസം രാവിലെ ഇപ്പോൾ എൻ്റെ ഒരു ചങ്ങാതി ഡാനിയെ പോലുള്ള വിളിച്ചിട്ട് പറഞ്ഞ, അച്ഛാ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, നമുക്ക് ചെയ്താലോ? അവരുടെ മനസ്സിലെ ആഗ്രഹം ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ ഓർത്തുപോയി, കർത്താവേ ഇത്ര ഉണ്ടായിട്ട് ഞാൻ പോലും അങ്ങനെ ചിന്തിച്ചില്ലല്ലോ.
പലരും വീഡിയോസ് കാണുന്നത് ഇങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നില്ലല്ലോ. പക്ഷെ അവരോടൊപ്പം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അവർ നൽകുന്ന ഈശോയെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഭയങ്കര ബലമുള്ളതാ. ഒരുപക്ഷെ എന്നോട് തന്നെ വീണ്ടും വേണ്ടി ഞാൻ ആവർത്തിച്ച് പറയാൻ ഇടയാകുന്നുണ്ട്, കൂടുതൽ പ്രാർത്ഥിക്കുക, ആ പിള്ളേരെ കണ്ടുപഠിക്കുക എന്നുള്ളത്. അതെ, സോഷ്യൽ മീഡിയ അതൊരു റിലാക്സിങ് മൂവ്മെന്റ് ആണെങ്കിൽ പോലും നമ്മളുടെ സ്പിരിച്വൽ റിലാക്സേഷൻ, ഒരു സൈക്കോളജിക്കൽ ഇമോഷണൽ റിലാക്സേഷൻ അത് നൽകുന്നുണ്ട്. പക്ഷെ അത് നല്ല രീതിയിൽ ഉപയോഗിക്കണമെന്ന് മാത്രം. ഇതിനുണ്ട് അപകടവശങ്ങൾ, എല്ലാത്തിനും ഉണ്ടല്ലോ അപകടവശങ്ങൾ. ഇതിനൊന്ന് ആലോചിച്ച് നോക്കിയേ. റിലാക്സിന് പരമായി എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സെക്ഷൽ പരമായ വീഡിയോസ് ആണെന്ന് വിചാരിക്കുക, പ്രോണോഗ്രഫി ആണെന്ന് വിചാരിക്കുക. അയാളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തയായിരിക്കും, അല്ലെങ്കിൽ അവളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്ത എന്തായിരിക്കും? മറ്റൊരു പുരുഷനോ സ്ത്രീയോ കാണുമ്പോൾ സ്വന്തം ഭാര്യയോ ഭർത്താവിനെ പോലും കാണുന്ന കാഴ്ചപ്പാടുകൾ വരെ മാറും. ഒരു കൊച്ചിനെ സ്കൂളിൽ നിന്ന് വളരെ ശക്തമായ രീതിയിൽ ടീച്ചർ വഴക്ക് പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടിരിക്കുക. പാരന്റ്സിനായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ അവന്റെ മൊബൈലിൽ നിന്നും, അവന്റെ ബാഗിൽ നിന്ന് ലഭിച്ച മൊബൈലിൽ നിന്നും കാണാനിടയായത് ഒത്തിരി പ്രോണോഗ്രാഫിക് വീഡിയോസ് ആണ്. കൊച്ചി 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പക്ഷെ അവനെ വിളിച്ച് ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞു. പിന്നീട് കൗൺസിലിലൂടെ കടന്നുപോയപ്പോഴാണ് തിരിച്ചറിയുന്നത് അതിന്റെ പുറകിലെ കാര്യം. അപ്പൻ ആരും കാണാതെ ഈ വീഡിയോസ് കാണുന്നത് കൊച്ചു കണ്ടിട്ടുണ്ട്. അപ്പൻ കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് പോകുമ്പോൾ സെർച്ച് ഹിസ്റ്ററിയിൽ കയറി അതെന്താണ് കണ്ടതെന്ന് ശ്രദ്ധിക്കുകയും അത് പിന്നെ കാണാനിടയായിട്ടുണ്ട്. അത് പിന്നീട് ഒരു അഡിക്ഷൻ പോലെ ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ മാറിയ. ഇതൊക്കെ നമ്മളുടെ ഇടയിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. നമുക്ക് തന്നെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ, നമുക്ക് തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, എന്റെ പ്രിയ ചങ്ങാതിമാരെ, ഭാവിയിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം തകരുവാനുള്ള വലിയൊരു അവസരം ഇത് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. റിലാക്സേഷന് പകരമായി അത് വലിയൊരു അപകടമായി മാറുന്നുണ്ട്. ഇതിനർത്ഥം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് തെറ്റാണെന്നോ, ഉപയോഗിക്കാൻ പാടില്ലെന്നോ, ഉപയോഗിക്കുന്ന എല്ലാവരും ഈ രീതിയിലാണെന്നോ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒത്തിരി നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരുമിച്ച് എന്തൊരു നന്മ ചെയ്തുകൂടാ? എന്തെങ്കിലും നല്ലൊരു കാര്യം, ഒരു പോസിറ്റീവ് ഒരു വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ടാൽ പോലും ഒരു 100-200 പേര് കണ്ടാൽ അത് അവരുടെ മനസ്സിലേക്ക് നന്മ നൽകും. എനിക്കറിയാവുന്നൊരു പയ്യൻ ചെയ്യുന്നൊരു കാര്യം, എല്ലാ ദിവസവും കർത്താവിന്റെ വചനത്തിന് പോസ്റ്റ് ഉണ്ടാക്കി അവനിടും. അവൻ പറയുന്ന കാര്യം, എന്റേത് ചിലപ്പോൾ 50 പേരൊക്കെ കാണുള്ളൂ സ്റ്റാറ്റസ്, പക്ഷെ എല്ലാവരും ഇത് എന്താണെന്ന് വായിച്ചു നോക്കുമ്പോൾ ഈ വചനം അവരുടെ ഹൃദയത്തിലൂടെ കടന്നു പോകും. അതൊരു പ്രാർത്ഥനയല്ലേ? അതൊരു പ്രാർത്ഥനയാണ്. പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാന്നേ, പോസിറ്റീവ് കാര്യങ്ങൾ സംസാരിക്കാൻ. അപ്പോൾ നമ്മുടെ ഇമോഷൻസ് അത് എക്സ്പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഇമോഷൻ റിലീഫ് കിട്ടുവാൻ സോഷ്യൽ മീഡിയ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. കാരണം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ജീവിത പങ്കാളിയുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യേണ്ട വ്യക്തി അത് നിങ്ങളുടെ ഭർത്താവാകാം, ഭാര്യയാകാം. ഇനി മുതൽ ഈ ജീവിതയാത്ര ഒരുമിച്ച് തുടങ്ങുമ്പോൾ ഓർത്തേക്കുക, നിങ്ങളുടെ ഇമോഷൻസ് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലാക്സേഷന്റെ ഇടമായി മാറേണ്ടത് സോഷ്യൽ മീഡിയ അല്ല, മറിച്ച് നിങ്ങളുടെ അടുത്തായിരിക്കുന്ന നിങ്ങളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ സമ്പത്തിൽ, ആരോഗ്യത്തിൽ, അനാരോഗ്യത്തിൽ ഒരുമിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത നിങ്ങളുടെ ഭാര്യയാണ് ഭർത്താവ്. അവരോട് കുറച്ച് സമയം ചെലവഴിക്കണം. എല്ലാ ദിവസവും സ്നേഹപൂർവ്വമുള്ള സംഭാഷണമാകട്ടെ, സ്നേഹപൂർവ്വമായ തലോടലാകട്ടെ, സ്നേഹപൂർവ്വമായ ചുംബനമാകട്ടെ, സ്നേഹപൂർവ്വ ഭക്ഷണമാകട്ടെ, സ്നേഹപൂർവ്വ യാത്രയാകട്ടെ, എന്തു ആയിക്കൊള്ളട്ടെ, കുറച്ച് സമയം ഒരുമിച്ച് ചെലവഴിച്ചാൽ ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറച്ച് കുറയും. കുറെ അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുകയും ചെയ്യും. ഇനി മൂന്നാമതായി, സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇതിന്റെ മറ്റൊരു ഉപകാരം എന്ന് പറയുന്നത് അതൊരു ഇന്ററാക്ഷൻസ്, ഒത്തിരി പേരോടൊപ്പം സംഭാഷണങ്ങൾ നടത്തുവാൻ, ഒരു ഇൻഫർമേഷൻസും ഇന്ററാക്ഷൻ നടത്താനുള്ള ഒരു ഇടമാണ്. ഒത്തിരി ഇന്ററാക്ഷൻസ് നടക്കുന്നുണ്ട്. എത്രയോ ബന്ധങ്ങളാണ്, റിലേഷൻഷിപ്പ് ഇതിലൂടെ നേടിയെടുക്കുന്നത്. ഇപ്പോ ഒരുമിച്ച് കൂടാനുള്ള ഇടമില്ല. എന്നാൽ നമ്മളുടെ പിള്ളേരൊക്കെ ക്ലാസ്സുകൾ, അല്ലെങ്കിൽ നമ്മുടെ അനിയന്മാരായിട്ട് അനിയത്തിവർ, അവരെ ക്ലാസ് നടക്കുന്നത് എങ്ങനെയാണ്? ഗൂഗിൾ മീറ്റിലൂടെ. കാറ്റിസം പോലും ഇപ്പോൾ ഗൂഗിൾ മീറ്റിലൂടെ നടക്കുന്നത്. എന്തിന്? നിങ്ങളുടെ പ്രീകാല കോഴ്സ് പോലും നടക്കുന്നത് ഇപ്പോൾ ഓൺലൈനിലൂടെ അല്ലേ? ഇത് കാലത്തിന്റെ ഒരു മാറ്റമാണ്. ഈ മാറ്റം എന്നത്തേക്ക് നിലനിൽക്കുന്ന ഒരു ഉറപ്പില്ല. പക്ഷെ എത്രത്തോളം പോകുന്നു അത്രയും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. കാരണം നമ്മുടെ ഫേസ്ബുക്ക്, നിങ്ങൾക്കിപ്പോ ഫേസ്ബുക്ക് ഉള്ളവരുണ്ടാകാം, ഇൻസ്റ്റാ അക്കൗണ്ട് ഉള്ളവരുണ്ടാകാം. എന്താണ് അതിന്റെയൊക്കെ മൊത്തം അടിത്തറ? നമ്മളുടെ ചങ്ങാതിമാരോടൊപ്പം എന്നും കൂടിയായിരിക്കുവാൻ, ബീങ് ടുഗദർ, ഫാർ ഓർ എവേ, എത്ര ദൂരെയാണെങ്കിലും ഇന്ന് കാണാൻ വേണ്ടി എളുപ്പമാണ്. ഫേസ്ബുക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.
എത്ര ദൂരെയാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾ പറയാൻ എളുപ്പമാണ്. ഭർത്താവ് അങ്ങ് വിദേശത്താണെങ്കിൽ പോലും, അല്ലെങ്കിൽ അനിയച്ചാർ അങ്ങ് വിദേശത്താണെങ്കിൽ പോലും, ചേച്ചി വിദേശത്താണെങ്കിൽ പോലും കാര്യങ്ങൾ പറയാൻ എളുപ്പമാണ്. മൊബൈലാണ് എടുക്കുക, വോയിസ് വിടുക, അവിടെ എത്തി. മൊബൈലാണ് എടുക്കുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക, കാണാൻ പറ്റും, കണ്ട് സംസാരിക്കാൻ പറ്റും. അത് റിലേഷൻഷിപ്പ് എന്നും നല്ല രീതിയിൽ ബന്ധപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ സോഷ്യൽ മീഡിയ ഒത്തിരി സഹായിക്കുന്നുണ്ട്. ഇവിടെയാണ് ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ പ്രധാനമായി കാണേണ്ട ഒന്ന് തന്നെ. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ നമ്മളെ ബന്ധപ്പെടുത്തേണ്ടത്, റിലേഷൻഷിപ്പുകൾ ബന്ധപ്പെടുത്തേണ്ടത് സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുക്കരുത്. ഈ വാർത്തകളിലൂടെ നിങ്ങൾക്കൊന്ന് കടന്നു പോകാം, അതിനുശേഷം വീണ്ടും വരാം. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട യുവാവിനൊപ്പം വീട് വിട്ടിറങ്ങിയ വീട്ടമ്മയ്ക്ക് നേരിടേണ്ടി വന്നത് കൊടിയ പീഡനം. ചതി മനസ്സിലായി തിരികെ എത്തിയ വീട്ടമ്മയെ ഒടുവിൽ സ്വന്തം മക്കൾ പോലും സ്വീകരിക്കാൻ തയ്യാറായില്ല. കുറ്റപത്രം പരമ്പര തുടരുന്നു. ചതിവലയിലാകുന്ന വീട്ടമ്മമാർ. ഒരു മാസം മുൻപ് മലപ്പുറം കാളികാവിൽ നിന്ന് വീട് വിട്ടിറങ്ങിയ ഒരു വീട്ടമ്മയുടെ ജീവിത കഥയാണിനി. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട യുവാവിനൊപ്പം താമസിക്കാൻ വീട് വിട്ടിറങ്ങിയ 2 കുട്ടികളുടെ അമ്മയായ യുവതി ചതി തിരിച്ചറിഞ്ഞത് സ്വന്തം ജീവിതം കൈവിട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ്. മൂവാറ്റുപുഴ സ്വദേശി റോബിൻ എന്ന യുവാവാണ് വീട്ടമ്മയെ വലയിലാക്കി ചതിയിൽപ്പെടുത്തിയത്. ഒടുവിൽ തിരിച്ചെത്തിയെങ്കിലും സ്വന്തം വീട്ടുകാർ പോലും വീട്ടമ്മയെ കൈവിട്ടു. രണ്ട് മക്കളുള്ള 30 വയസ്സുകാരിയാണ് ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട ഡ്രൈവറായ മൂവാറ്റുപുഴ സ്വദേശി റോബിനൊപ്പം ഇറങ്ങിപ്പോയത്. പലയിടങ്ങളിൽ കൊണ്ടുപോയി വീട്ടമ്മയെ ഇയാൾ പീഡനത്തിന് ഇരയാക്കി. 2 മക്കളുള്ള യുവതി ഒരു സുപ്രഭാതത്തിൽ അപ്രതീക്ഷിയായത് നാട്ടിലെങ്ങും ദുരൂഹത ഉയർത്തി. ഫേസ്ബുക്ക് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് യുവതി സഞ്ചരിച്ച വഴികൾ പോലീസിന് വ്യക്തമായത്. മോഹന വാഗ്ദാനങ്ങൾ നൽകി തട്ടിക്കൊണ്ടുപോയ റോബിന്റെ ബന്ധങ്ങളും പ്രവർത്തനവും ശരിയായ ദിശയിലല്ലെന്ന് ബോധ്യപ്പെട്ടതോടെ വീട്ടമ്മ രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് വീട്ടമ്മ നൽകിയ പരാതിയിൽ പോലീസ് റോബിനെ അറസ്റ്റ് ചെയ്തതോടെ ഒട്ടേറെ പീഡന കേസുകൾക്കാണ് തുമ്പുണ്ടായത്. പല യുവതികളെയും ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട് പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്ന് പ്രതി സമ്മതിച്ചു. വീട്ടമ്മമാരെയാണ് റോബിൻ ഫേസ്ബുക്ക് വഴി പതിവായി കുടുക്കാറുള്ളത്. ഭർത്താക്കന്മാർ വിദേശത്തുള്ള യുവതികളാണ് ഇയാളുടെ ഇരകളിൽ കൂടുതലും. വീട്ടമ്മമാരുമായി പരിചയത്തിലായാൽ നേരിൽ കാണാൻ ശ്രമിക്കും. കൈവശമുള്ള പണവും ആഭരണങ്ങളുമായി വീട് വിട്ടിറങ്ങാൻ നിർദ്ദേശിക്കുകയാണ് അടുത്ത ഘട്ടം. പ്രതി റോബിന്റെ വലയിൽ നിന്ന് രക്ഷപ്പെട്ട വീട്ടമ്മയെ ഒടുവിൽ ഭർത്തൃ വീട്ടുകാരും കൈയൊഴിഞ്ഞു. സ്വന്തം വീട്ടിലും ഇവർക്ക് പ്രവേശനമുണ്ടായില്ല. ഇതോടെ ഫേസ്ബുക്ക് ചതിയിൽപ്പെട്ട 2 മക്കളുടെ അമ്മ ആരോരുമില്ലാതെ ആശ്രമത്തിൽ കഴിയുകയാണിപ്പോൾ. മനോരമ ന്യൂസ്. ഇപ്പോൾ നമ്മൾ കേട്ട വാർത്ത കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വന്നതാണ്. സോഷ്യൽ മീഡിയയിലൂടെ എത്രയോ പെൺകുട്ടികളാണ്, കുഞ്ഞനുജത്തിമാരാണ് അപകടത്തിലേക്ക് പെട്ടുപോകുന്നത്. അവർക്ക് അറിഞ്ഞുകൂടാ, കാരണം അതിനായ ട്രെയിനിങ് അവർ കിട്ടിയിട്ടില്ല. പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പക്വത അവരുടെ മാതാപിതാക്കൾ സോഷ്യൽ മീഡിയയിൽ ആർജിച്ചിട്ടില്ല എന്ന് തന്നെ യാഥാർത്ഥ്യം. ഇനി വരും നാളുകളിൽ നിങ്ങളുടെ ദാമ്പത്യം ഒരുമിച്ച് തുടങ്ങുമ്പോൾ ഓർത്തേക്കുക, ഇത് റിലേഷൻഷിപ്പുകൾ നേടിയെടുക്കുന്ന ഒരിടമാക്കി സോഷ്യൽ മീഡിയ ഒതുക്കരുത്. മറിച്ച് അത് നല്ല ഓർമ്മകൾ പുതുക്കുവാനും നല്ല ഓർമ്മയിൽ ജീവിക്കാനുള്ള ഇടമാണ്. ആ ഓർമ്മകൾ മീഡിയയിലേക്ക് ഒതുക്കാതെ നിങ്ങൾ പരസ്പരമുള്ള ഒരു ജീവിതത്തിലായിരിക്കണം അത് കാത്തു സൂക്ഷിക്കേണ്ടത്. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, പഴയ ഓർമ്മകൾ, കുഴിച്ചുമൂടിയ ഓർമ്മകൾ, അല്ലെങ്കിൽ നമ്മൾ വേണ്ടെന്ന് വലിച്ചു മാറ്റിയ ഓർമ്മകളെ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരരുത്. നിങ്ങളുടെ വിവാഹശേഷം പഴയ ജീവിതത്തിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടാകാം. ചിലപ്പോൾ പഴയ ഫ്രണ്ട്സ് ഉണ്ടാകാം, പഴയ പൊലിഞ്ഞുപോയ പ്രണയങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ ഭാഷ തേപ്പ് കിട്ടിയ അവസ്ഥകളൊക്കെ ഉണ്ടാകാം. വിട്ട് കളയുന്നേ. പുതിയൊരു ജീവിതം തുടങ്ങിയല്ലേ, പഴയതിന്റെ ചെകഞ്ഞ് പോകരുത്. പോയി കഴിഞ്ഞാൽ അത് അപകടമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒത്തിരി സങ്കടത്തോടെ വിളിച്ചൊരു ഫോൺ കോൾ വിളിച്ചിട്ട്, അച്ഛാ എനിക്ക് അയാളൊപ്പം നിൽക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ ഒരുമിച്ച് പ്രണയിച്ചാണ് കല്യാണം കഴിച്ചു. വീട്ടുകാരെല്ലാം അറേഞ്ച് ചെയ്തു. പ്രണയത്തിന്റെ പേരിൽ വീട്ടുകാരോട് പറഞ്ഞു, വീട്ടുകാരെ എല്ലാം ഓക്കെ ആയിരുന്നു. വേറെ തല്ലുപിടുത്തങ്ങളൊന്നുമല്ല, ഒത്തിരി ഇഷ്ടമായിരുന്നു ആ ചെക്കൻ എന്നെ, എനിക്കും അതെ. പക്ഷെ കഴിഞ്ഞ ദിവസം ഒന്ന് മൊബൈലൊന്നും എടുത്തായിരുന്നു. സാധാരണ എടുക്കാറില്ല, പെട്ടെന്ന് അത്യാവശ്യ കാര്യത്തിന് നമ്പർ എടുക്കാണ്ട് എടുത്തതാ. പേരറിയാൻ നമ്മളത് മെസ്സേജ് ഇടുന്നത് പെട്ടെന്ന് ഞെക്കിയതാ. കണ്ടത് വിദേശത്തുള്ള മറ്റൊരു സ്ഥലത്തുള്ള ഒരു പെണ്ണിന്റെ ന്യൂഡ് ഫോട്ടോയാണ്. കണ്ടപ്പോ ഒത്തിരി സങ്കടം തോന്നി.
ഇത് അറിയാതെ വന്നാണ് ഒരു മേലിലേക്ക് നോക്കിയപ്പോ എന്റെ ഭർത്താവ് അഴച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഫോട്ടോ. അയാളോട് എന്ത് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം അറിയാൻ പാടില്ല. ഇത് കണ്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ചോദ്യമായിരുന്നു, ഞാൻ അയാൾക്ക് എന്റെ ശരീരത്തിൽ ഏത് അവയവമാണ് കൊടുക്കാത്തത്? ഞാൻ അയാളുടെ ശരീരത്തിൽ ഉമ്മ വെക്കാത്ത ഏത് ഇടമാണുള്ളത്? ഞാൻ അയാൾക്ക് വേണ്ടി എന്റെ മനസ്സിലെ ഏത് രഹസ്യമാണ് പറയാതെ കാത്തു സൂക്ഷിക്കുന്നത്? എല്ലാം തുറന്നു കൊടുത്തില്ല, എല്ലാം പറഞ്ഞിട്ടില്ലേ? എന്നിട്ടും എന്തിന് മറ്റൊരു പെണ്ണിനെ തേടിപ്പോയി? ചില ചോദ്യങ്ങളൊക്കെ അങ്ങനെയാണ്. ചില ചോദ്യങ്ങൾ. ഭർത്താവ് ജീവിച്ചിരിക്കെ ഭാര്യ മറ്റൊരു കാമുകനോടൊപ്പം സംസാരിക്കുകയും ആ കാമുകനോടൊപ്പം തന്റെ കുഞ്ഞിനെ വിട്ടുപേക്ഷിച്ചു പോകുന്ന വാർത്തകൾ നമ്മൾ പേപ്പറിൽ വായിക്കുന്നില്ലേ? അതെ, സോഷ്യൽ മീഡിയ നല്ലതാണ്, പക്ഷേ ചില കുഴിച്ചുമൂടിയ അനുഭവങ്ങളെ വീണ്ടും പുതുക്കിയെടുക്കരുത്. ചില ജീവിതങ്ങളിൽ അപകടം കാത്തു സൂക്ഷിച്ച് വെക്കാതിരിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അപകടം വരുവാൻ അധികം നേരം വേണ്ട. എന്റെ ആട്ടെ, നിങ്ങളുടെ ആട്ടെ. ഒത്തിരി പേര് റിക്വസ്റ്റിന്റെ പേരിലും ഒരു DP-യുടെ പേരിലും കടന്നു വരുന്നവരുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ഓർത്തേക്കുക, ദൈവം നൽകിയ ഭർത്താവ് അതിന്റെ കൂടെയുണ്ട്, ദൈവം നൽകിയ ഭാര്യ അതിന്റെ കൂടെയുണ്ട്. അത് മതി. കാരണം ദൈവം നൽകിയതാണ്, മറ്റൊന്നും ദൈവം നൽകിയതല്ല. അതിനാൽ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മളുടെ ബന്ധങ്ങൾ നല്ലതാകട്ടെ, നല്ലതാകട്ടെ, നല്ലതാകട്ടെ. ഇത് തന്നെയാണ് മനസ്സിലെ പ്രാർത്ഥന. 4ാമത്തെ കാര്യം, ഇതെന്നും ഒരു ഇൻഫർമേഷൻ തരുന്ന ഇടമാണ്. ഇൻഫർമേഷൻ. ഇപ്പൊ വാർത്തകളാകട്ടെ, സാധാരണ ഇപ്പൊ ചെറുപ്പക്കാര് വാർത്തകൾ അധികം TV കാണാറില്ല, എല്ലാം ഇന്റർനെറ്റിലാണ്, അല്ലെങ്കിൽ സ്റ്റാറ്റസ് വീഡിയോസിലാണ്, അല്ലെങ്കിൽ ന്യൂസിലാണ്. സാധാരണ ഇപ്പോഴത്തെ ചെറുപ്പക്കാര് അപ്ഡേറ്റ്സ് ആകുന്നത് വളരെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ ചെറുപ്പക്കാര്, നമ്മൾ എല്ലാവരും തന്നെ അപ്ഡേറ്റ്സ് ആണ്. കാരണം എന്താ? സ്റ്റാറ്റസ്, വാട്സപ്പ് സ്റ്റാറ്റസ് ആകട്ടെ, ഇൻസ്റ്റ റീൽസ് ആകട്ടെ, ഇതെല്ലാം കുറെ ഇൻഫർമേഷൻസ് തരുന്നുണ്ട്. നമ്മൾ പേപ്പർ വായിക്കുന്നില്ലെങ്കിൽ പോലും ഇൻഫർമേഷൻസ് നമ്മൾ ഒത്തിരി പേര് അപ്ഡേറ്റ്സ് ആണ് ഈ സ്റ്റാറ്റസിലൂടെ ഒക്കെ തരാം. അതിലെ സ്റ്റാറ്റസ് ഒക്കെ നല്ലതാണ്, പക്ഷെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത്. ഇൻഫർമേഷൻ തരുന്നിടമാണ് സോഷ്യൽ മീഡിയ, അല്ലെ മീഡിയ എന്ന് പറയുന്നത്. പക്ഷെ ഇൻഫർമേഷൻ മാത്രം പോരാ, ഈ ഇൻഫർമേഷൻ നോളേജായി നമ്മൾ മാറ്റണം. കേൾക്കാൻ എളുപ്പം. നമ്മളൊക്കെ പണ്ട് സ്കൂളിലിരിക്കുന്ന ഓർത്തല്ലേ, ചില ക്ലാസ്സിലൊക്കെ മിസ്സാണ് ബോർഡിൽ എഴുത്തോടെ എഴുത്ത്, പക്ഷെ ബെല്ലടിക്കുന്ന പറഞ്ഞു ക്ലാസ് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലായിട്ടില്ല, ഇല്ലേ? പക്ഷെ അതല്ല, അത് ജസ്റ്റ് ഇൻഫർമേഷൻ കിട്ടി, പക്ഷെ അത് നമുക്കൊരു എഡ്യൂക്കേഷനായി മാറിയിട്ടില്ല, അത് നോളജായി മാറില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന കാര്യങ്ങൾ PSCക്ക് പഠിക്കുന്നത് വ്യക്തികളുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ PSCക്ക് കമ്പൈൻ സ്റ്റഡി നടത്തുന്ന വ്യക്തികളുണ്ട്. ഇന്നലെ രാത്രി ആയപ്പോൾ വിളിച്ചിട്ട് ഒരു കൊച്ചു പറഞ്ഞത്, അച്ഛാ പ്രാർത്ഥിക്കണേ, നാളെ എനിക്ക് വൈവ എക്സാമാണ്, പ്രത്യേകം പ്രാർത്ഥിക്കണം, പേടിച്ചിട്ട് വൈവ ഒരു രക്ഷയില്ല, PPT ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾ ടീച്ചർമാരെ ഞങ്ങളൊക്കെ വലിച്ചു കീറുക, പ്രാർത്ഥിക്കണേ എന്നാണ് വിളിച്ചു. അപ്പൊ അതിന് അവർ കണ്ടെത്തിയ ഇതാണ്, പരീക്ഷ കഴിഞ്ഞവരും കഴിയാൻ പോകുന്നവരും നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് ഒരു രാത്രി 9 മുതൽ 12 വരെ കമ്പൈൻ സ്റ്റഡി ഗൂഗിളിലൂടെ നടത്തിയത്. അതെ, സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പഠനങ്ങൾ നടത്തുന്നവരുണ്ട്. എത്രയോ പേരാ നല്ല നല്ല റിസർച്ചുകൾ നടത്തുന്നത്, എത്ര പേരെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു ഇടമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അറിവ് നേടുവാനും അറിവ് നൽകുവാനും. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ, മ്യൂസിക്, ഡാൻസ്, ഷോർട്ട് ഫിലിംസ്, എന്തൊക്കെ കാര്യങ്ങളാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ വെറുതെ ബഹളമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ. യൂട്യൂബിൽ തന്നെ ഒന്ന് എടുത്ത് നോക്കിയാൽ, യൂട്യൂബ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കിയാൽ, 23 ഏപ്രിൽ 2005 യൂട്യൂബിൽ ആദ്യമായി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഈ യൂട്യൂബിന്റെ ഒന്ന് ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചാൽ, ഇന്ന് യൂട്യൂബിൽ ഒരു മിനിറ്റിൽ 300 മണിക്കൂറിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടുന്നതാണ് അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. ഒരു മിനിറ്റിൽ 300 മണിക്കൂർ കാണുവാനുള്ള വീഡിയോസ് പല ഭാഗത്തും, ലോകത്ത് പല ഭാഗത്തുള്ളവർ അപ്ലോഡ് ചെയ്തിരിക്കുക. 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്രയായി? 1500 മണിക്കൂർ കാണാനുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 24 മണിക്കൂർ, ബാക്കിയുള്ള 23 മണിക്കൂറും 25 മിനിറ്റിലൂടെ എന്തോരം വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. പല തരത്തിലുള്ള എന്റർടൈൻമെന്റ്, ഇൻഫർമേഷൻ, പ്രേയർ, എന്തോ ആയിക്കോട്ടെ, എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ്. അതെ, നമ്മളുടെ ജീവിതത്തിൽ ഒത്തിരി ഇൻഫർമേഷൻ തരുവാൻ പറ്റിയൊരു കാര്യമാണ് സോഷ്യൽ മീഡിയ. നല്ല രീതിയിൽ ഉപയോഗിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അല്ല അനിയന്മാരനിയത്തിവരൊക്കെ ചിലപ്പോഴെങ്കിലും കമ്പ്യൂട്ടർ മുമ്പിൽ നിന്ന് ഉപയോഗിക്കുമ്പോൾ 2-3 സ്ക്രീൻ ഇട്ട് ചെയ്യാറില്ലേ? കോളേജിൽ പഠിക്കുന്ന എത്രയോ വിദ്യാർത്ഥികളെ ഗൂഗിളിൽ ഓൺ ചെയ്ത് വെച്ചിട്ട് അപ്പുറത്ത് വരുന്ന TV കാണുന്നത്. അതെ, ഇത് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ അത് ഇൻഫർമേഷനാണ്. ഇൻഫർമേഷൻ എന്തൊരു എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ ദാമ്പത്യ ജീവിതത്തെയും നമ്മുടെ ജീവിതത്തെയും സുരക്ഷിതമാണ്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ
പഠനം നിർത്തരുത് കേട്ടോ. പഠിക്കാൻ നല്ല സ്മാർട്ടായ പിള്ളേരുണ്ട്. പക്ഷെ കല്യാണത്തിന് ശേഷം ജോലിക്കും വിടില്ല, പഠനത്തിനും വിടില്ല. പഠിക്കാൻ കഴിവുള്ള ഭർത്താവാണെങ്കിൽ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. പഠിക്കാൻ കഴിവുള്ള ഭാര്യയാണെങ്കിൽ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. കാരണം പഠനം എന്നൊരു ഇൻഫർമേഷൻ, അതൊരു നോളേജായി നമ്മുടെ ഉള്ളിലേക്ക് മാറും. അത് ഒരു വലിയൊരു എഡ്യൂക്കേഷൻ മീൻസ് നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ബിഹേവിയർ, നമ്മളുടെ വാക്ക്, ഇതെല്ലാം കുറെ ക്വാളിറ്റിയുള്ളതാക്കും. ക്വാളിറ്റിയുള്ളവരായി മാറാം. അതെ, അതിന് സോഷ്യൽ മീഡിയ സഹായിക്കും. പക്ഷെ തെറ്റായ ഇൻഫർമേഷൻസ് ഇത് തരുന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ചില സമയത്ത് നമ്മൾ വാർത്തയിലൊക്കെ വായിക്കില്ലേ, ഇന്ന മെസ്സേജ് ഫോർവേഡ് ചെയ്യരുത്, അല്ലെങ്കിൽ ഇന്നയാള് മരിച്ചത് പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇന്ന അടുത്ത് ഇന്ന വ്യക്തി ഒരു മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടു. ചുമ്മാ ഇറക്കണേ. എനിക്ക് പരിചയമുള്ള കുറച്ച് പിള്ളേരെ ചെറിയൊരു കുരുത്തക്കെട്ടിന് ചെയ്തതാ. ഒരു പയ്യൻ മയക്കുമരുന്ന് പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അവരെന്നെ പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് സാധനം കയ്യിന്ന് പോയി എന്ന് പറഞ്ഞാല് നിമിഷ നേരത്തിനുള്ളിലാണ് ആ ഏരിയയിലുള്ള എല്ലാവരും അറിഞ്ഞത് ഇവൻ മയക്കുമരുന്ന് പിടിക്കപ്പെടുന്നത്. കുട്ടികൾ വെറുതെ തമാശക്ക് അവരുടെ ഇടയിൽ 10 പേരുടെ ഇടയിൽ ഷെയർ ചെയ്തൊരു കാര്യമാണ്. പക്ഷെ അത് പിന്നീട് പോലീസുകാരെ എൻക്വയറി ആയി പല രീതിയിലുള്ള കോംപ്ലിക്കേഷനിലേക്ക് കടന്നുകൊണ്ട് വീട്ടുകാർ തമ്മിൽ വഴക്കായി എന്തൊക്കെ കാര്യങ്ങൾ പിന്നീട് നടന്നെന്നറിയാമോ. അവർ തമ്മിൽ ഇടിയായി. അതെ, ചില കൊച്ചു തമാശകൾ രസത്തിന് ചെയ്യുമ്പോഴും അത് വലിയ അപകടത്തിലേക്ക് മാറ്റാം. അതല്ല, സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ അത് വലിയൊരു ഇൻഫർമേഷന്റെ ഇടമാണ്. ഏറ്റവും അവസാനമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് നല്ലൊരു അവസരമാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനൊന്നും ഞാൻ എതിരല്ല. ഉപയോഗിക്കുന്നവർ വലിയ ഭാവികളായിട്ട് കാണുന്ന കാലം ഒന്നുമല്ല. നമ്മളുടെ ജീവിതത്തിൽ ഓർത്തേക്ക് സോഷ്യൽ മീഡിയ എന്നും നല്ല കാര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. നല്ല കാര്യങ്ങൾ, എത്രയോ കഴിവുകളാണ് അതിലൂടെ പ്രകടിപ്പിക്കപ്പെടുന്നത്. എത്രയോ നല്ല കാര്യങ്ങളാണ് പരസ്പരം ബന്ധം പുതുക്കുവാനായുള്ള ഇടമായി മാറുന്നത്. നേരത്തെ പറഞ്ഞ വിദേശത്തുള്ളവർ പോലും സ്വദേശത്തുള്ളവരെ ഒരുമിച്ച് സംസാരിക്കുവാനും കാണാനുള്ള ഇടങ്ങളൊക്കെ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് നടക്കുന്നൊരു അപകടം പച്ചയായി തുറന്നു പറയാൻ ആഗ്രഹിക്കുക. ഒരു കൊച്ചു ഉദാഹരണം പറയാം. ക്ലബ് ഹൗസ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്. അതിനൊരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ചെയ്യും രണ്ടുപേരും. അതില്ലെങ്കിൽ രണ്ടുപേരും തേഞ്ഞൊട്ടിച്ച് അവിടെ ഇരിക്കും. ഓക്കെ, നബീലിന്റെ പ്രൊഫൈലില് ഇൻസ്റ്റ ഉണ്ട്. ഹാഷിന പറ്റുമെങ്കിൽ കയറി ഫോളോ ചെയ്യാം. നമ്മളെല്ലാവരും പ്രൊഫൈലിലും ഉണ്ട്, കയറി ഫോളോ ചെയ്യാം. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിക്കുന്നു. എല്ലാവിധ സപ്പോർട്ടും നമ്മളുണ്ടായിരിക്കുന്നതാണ്. എല്ലാ കാര്യത്തിലും എന്തുണ്ടെങ്കിലും പറയുക. നമ്മൾ ഇവിടെയൊക്കെ തന്നെ കാണും. ജീവനോട് ഉണ്ടെങ്കിൽ ഈ അരിയിൽ എന്നെ തല്ലി കൊന്നില്ല എങ്കിൽ ഞാൻ ഇവിടെ കാണും. ഓക്കെ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കല്യാണമാണ് ബിരിയാണി നിന്നെ വിളിക്കണേ, അങ്ങനെ ഒരു ചടങ്ങും കൂടെ ഉണ്ടല്ലോ. അത് ഈ കോഴികള് ഇങ്ങനെ പറക്കി തിന്നല്ലോ, അതുപോലെയാണ്. എന്ത് ബിരിയാണി വേണ്ടിയത്? മട്ടൻ വേണോ? തഷരീഫിനെ സംസാരിക്കാനുള്ള ചാൻസ് ഞാൻ തരുന്നുണ്ട്. കുറച്ച് കഴിയട്ടെ. നീ അവിടെ സൈലന്റ് ആയിട്ട് ഇരിക്കേ. നീ DP മാറ്റി കളിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അവിടെ വെയിറ്റ് ചെയ്തോ. കൊറേ നേരമായി അത് മാറ്റി കളിക്കാം. നീ മിണ്ടരുത്. സോന ഹായ്. സോന ഹാഷിന, ഒരു കാര്യം കൂടെ, നമ്മളെല്ലാരെയും പ്രൊഫൈലില് ഇൻസ്റ്റ ഉണ്ട്, കയറി ഫോളോ ചെയ്തോ. നല്ല സപ്പോർട്ട് ആയിരിക്കും കേട്ടോ. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നൊരു സംഭവം. ആരും ക്രിയേറ്റഡ് അല്ല. എനിക്കും ഉണ്ട് ക്ലബ് ഹൗസിൽ ഒരു ഐഡിയ ഉണ്ട്. അത് പള്ളിയിലേക്ക് കേട്ടെ മറ്റേ അനിയന്മാരുടെ അവർ പറയാം, അച്ഛൻ ഇങ്ങനത്തെ പുതിയൊരു സാധനം ഉണ്ട്, ഇത് കണ്ടിരുന്നേക്ക്. കാരണം എങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് എല്ലാം പോയി പരീക്ഷിക്കുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാം കണ്ടിരിക്കാനോ അതറിയാണ്ട് പരീക്ഷിക്കുമെന്നല്ല ഉദ്ദേശിച്ചത്. മറിച്ച് ചില കാര്യങ്ങൾ അറിയുന്നതല്ല. അപ്പോ അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് രാത്രിയൊക്കെ ഒന്ന് കയറി കഴിയുമ്പോൾ എത്രയോ പേരാണ് ഡിജിറ്റൽ പ്രപ്പോസിങ് നടത്തുന്നത്. ഫോട്ടോ കാണുന്നു, ഇൻസ്റ്റാഗ്രാം മേടിക്കുന്നു, പോകുന്നു. അല്ലെങ്കിൽ ചിലടത്ത് ടോക്ക് കേട്ടാൽ ഒരു പക്ഷെ നമ്മുടെ അമ്മമാരൊക്കെ കേട്ട് കഴിഞ്ഞാൽ അടിച്ച് കരണം പോയിരിക്കും. കാരണം അമ്മമാരിലുള്ള ടോക്കുകളുണ്ട്. പാവം നമ്മുടെ അമ്മമാർക്ക് അറിയാൻ പാടില്ലല്ലോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത്. എന്ന് കരുതി ഓർത്തേക്ക, ഇത് ഉപയോഗിക്കുന്ന എല്ലാവരും അങ്ങനത്തെ ടൈപ്പാന്നുള്ളതല്ല. മറിച്ച് ഇതിൽ തന്നെ ആസ്ട്രോണോളജിക്കൽ ഡിസ്കഷൻസ് ഉണ്ട്, ഫിലിം ഡിസ്കഷൻസ് ഉണ്ട്, ഡയറക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്, പാട്ട് പാടുന്നവരുണ്ട്, തന്റെ കഴിവുകൾ പ്രകടിപ്പിക്കുക, നല്ല റിലേഷൻഷിപ്പ്, എഡ്യൂക്കേഷൻ, ഇതെല്ലാം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമുള്ള ഒരു മീറ്റിംഗിൽ പങ്കെടുത്തതാ. ആന്റി ഡ്രഗ് ക്യാമ്പയിൻ ആയിരുന്നു. ഒരു കോളേജിലെ വിദ്യാർത്ഥികൾ ചെയ്തതാണ്. അതിൽ അവരെ ഷെയറിംഗ് ഡ്രഗിനെതിരെയുള്ള ഒരു ക്യാമ്പയിനിങ് നടത്തിയ ഭാരത് മാതാ കോളേജിലെ വിദ്യാർത്ഥികൾ ചെയ്തതാ. എത്ര രസകരമായിട്ടാണ് അവർ അതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തത്. ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ
സോഷ്യൽ മീഡിയ ഒന്ന് പാളിയാൽ നിങ്ങളുടെ ദാമ്പത്യം തന്നെ പാളുവാൻ ഇടമുണ്ട്. ഒന്ന് പാളിയാൽ ചില വ്യക്തികളെങ്കിലും ദൂരങ്ങളിലാണ് എങ്കിലും അവർ കണ്ടെത്തുന്ന ഒരു ആശ്വാസം ഒരു വിർച്വൽ സെക്സ് എന്നുള്ളതാണ്. പരസ്പരം കാണാനുള്ള ഇടമില്ല. ചിലപ്പോൾ പ്രണയത്തിലായിരിക്കാം, ചിലപ്പോൾ കല്യാണത്തിന് ശേഷമായിരിക്കാം. അവരുടെ ശരീരത്തിൻ്റെതായ ആസക്തി അവർ വെച്ച് നീട്ടുന്നത് സോഷ്യൽ മീഡിയ മുമ്പിലാണ്. അത് പ്രൈവറ്റ് വീഡിയോ കോൾസ് ആകാം, എന്തും ആയിക്കൊള്ളട്ടെ. വിദൂരങ്ങളിലായിരുന്നുകൊണ്ട് വിർച്വൽ സെക്സ് ഇന്ന് നമ്മളുടെ ഇടയിൽ ഒത്തിരി വർദ്ധിച്ചു വരുന്നുണ്ട്. അത് കൗമാരപ്രായക്കാരിൽ മുതൽ മുതിർന്നവരിൽ വരെ. ഒരുപക്ഷെ ഒരു വീഡിയോ എങ്കിലും പുറത്തു പോയേക്കണവരൊക്കെ അനുഭവം കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും അത് വെച്ച് നീട്ടുന്ന അപകടം. അറിയാതെ തന്റെ കൂട്ടുകാരൻ അയച്ചു കൊടുത്തൊരു ഫോട്ടോ അത് കോളേജിൽ എല്ലാരും കാണാനിടയാകുമ്പോൾ, അത് തന്റെ അപ്പനും അമ്മയും കാണാനിടയാകുമ്പോൾ ആ പെങ്കൊച്ച് അനുഭവിക്കുന്ന വേദന ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. ആത്മഹത്യ പല രീതിയിലാണ് ആ കൊച്ചിന്റെ മുന്നിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ താൻ പ്രണയിച്ച പെൺകുട്ടി തന്നെ വേണ്ടെന്ന് പറയുമ്പോൾ ആ കുഞ്ഞിന് അവളുടെ മുമ്പിൽ വീഡിയോ ഓൺ ചെയ്ത് വെച്ച് ആത്മഹത്യക്ക് വേണ്ടി തന്റെ നരമ്പ് മുറിക്കുന്ന യുവാവിന്റെ മനസ്സ് അല്ലെ യുവതിയുടെ മനസ്സ്, അതൊരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, സുഖങ്ങൾ അല്ലെങ്കിൽ ചില സമയത്തുള്ള നിമിഷ നേരത്തെ ഹാപ്പിനെസ് അത് തേടുന്നവർ നമ്മളെല്ലാവരും. പക്ഷെ ആ ഹാപ്പിനെസ് എന്നേക്കുള്ളൊരു നാശത്തിന്റെ പടകുഴി നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കരുത്. അതിനോർത്തേക്ക വിർച്വൽ സെക്സ് ഈസ് എ സിൻ. സഭ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പഠനം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതൊരു സിന്ന. അല്ലെങ്കിൽ തെറ്റായ റിലേഷൻഷിപ്പ്, ഒരു ഭാര്യ ഉണ്ടായിരിക്കും മറ്റൊരു ഭാര്യയുടെ ഒരു പെണ്ണിന്റെ പുറകെ പോവുക, ഒരു ഭർത്താവ് ഉണ്ടായിരിക്കും മറ്റൊരു ഭർത്താവിന്റെ ഒരു ചെക്കന്റെ പുറകെ പോവുക. ഇറ്റ് ഇസ് എ സിൻ. അത് വലിയ പാപമാണ്. നമ്മളെ വിശ്വസിച്ചിരിക്കുന്ന ഭർത്താവിനോട് അല്ലെങ്കിൽ ഭാര്യയോട് നമ്മൾ ചെയ്യുന്ന വലിയൊരു പാപം തന്നെയാണ്. അല്ലെങ്കിൽ അവസരങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അവസരങ്ങൾ ഉണ്ടായിരിക്കെ അതിനെ ഉപയോഗിക്കാതെ തെറ്റായ രീതിയിൽ മാറ്റുക. അത് നമ്മുടെ സ്വന്തം പ്ലഷറിന് വേണ്ടിയാകാം, അത് നമ്മുടെ സ്വന്തം തൃപ്തിക്ക് വേണ്ടിയാകാം, മറ്റുള്ള അടിച്ച് അമർത്തുവാനാകാം. അത് വേണ്ടത്. ഇതിനെ കുറച്ചുകൂടി നല്ല മനോഹരമായി ഉപയോഗിച്ചാൽ നമ്മുടെ ദാമ്പത്യം നല്ലതായിരിക്കും. എത്രയോ ഫാമിലീസാണ്, പ്രത്യേകിച്ച് അവിടെ ഉള്ളൊരു ഫാമിലി, ജിപ്സൺ ചേട്ടൻ്റെ ഫാമിലി, അവരെ കുറിച്ച് എല്ലാ സാറ്റർഡേയ്സും അവരെ ഫാമിലി ഒരുമിച്ച് ഇരുന്ന് യൂട്യൂബിലൂടെ കർത്താവിനെ പ്രഘോഷിക്കുന്ന ഒരു ഫാമിലി ഉണ്ട്. വലിയ ഹൈഫൈ സാധാരണ രീതിയിൽ അവർക്കറിയാവുന്ന ഗിറ്റാർ കൊടുത്ത് പാട്ടും പാടി കർത്താവിനെ സ്തുതിക്കുക കുടുംബസമേതം. എനിക്കറിയാവുന്ന കുറച്ച് യുവതിവാക്കളുണ്ട്. അവർ ഈ കൊറോണ സമയത്തൊക്കെ ചെയ്ത കാര്യം വളരെ മനസ്സിൽ സ്പർശിച്ചായിരുന്നു. ലോകമെമ്പാടുള്ള യുവതിവാക്കൾ ഒരുമിച്ച് ചേർത്തിട്ട് അവർ ചിന്തിക്കാൻ ഒരു യൂത്ത് ബൈബിൾ എന്നുള്ള കാര്യം. യൂത്ത് ബൈബിൾ 1336 യുവതിവാക്കൾ ലോകമെമ്പാടുള്ള അവർ ഒരുമിച്ച് ചിന്തിക്കുകയാണ്. ഞാൻ ഒരു അധ്യായം വെച്ച് വായിക്കാം. 1334 യുവതിവാക്കൾ ചിന്തിക്കാൻ ഞാൻ ഒരു അധ്യായം വെച്ച് വായിക്കാം. ആ വായിച്ചത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാം. ഒരുമിച്ച് അവർ ചെയ്യുക. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ ബൈബിള് മൊത്തം വിഷ്വൽ ആകുമല്ലോ, എനിക്ക് ബൈബിളിന്റെ ഭാഗമാകാൻ പറ്റുമല്ലോ. അങ്ങനെ ചിന്തിക്കുന്നവര് നമ്മുടെ സമൂഹത്തിലുണ്ട് കേട്ടോ. നമ്മുടെ യുവതിവാക്കൾ വലിയ കാരിസ്മാറ്റിക് ഒന്നുമല്ല, സാധാരണ ജോലി ചെയ്യുന്ന, സാധാരണ പഠിക്കുന്ന യുവതിവാക്കളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അത് ഒത്തിരി നന്മകൾ ചെയ്യാൻ പറ്റും. സോഷ്യൽ മീഡിയ നല്ലതാ, അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ആകാൻ പോകുന്ന ഭാര്യ, നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ആകാൻ പോകുന്ന ഭർത്താവ് നല്ലവരാ. ചെറിയ കുറവൊക്കെ ഉണ്ടെങ്കിൽ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ മാറും, തമ്പുരാൻ ഇടപെടും. അപ്പോൾ ഓർത്തേക്ക, സോഷ്യൽ മീഡിയ ഇറ്റ് ഈസ് എ ബ്ലെസ്സിംഗ് ഫ്രം ഗോഡ്. അതിനെ കേഴ്സാക്കി മാറ്റിയത് നമ്മൾ തന്നെയാണ്. For this reason a man shall leave his father and mother and be joined to his wife, and the two shall become one flesh. So then they are no longer two, but one flesh. Therefore what God has joined together, let not man separate.